ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷുദിനാശംസകൾ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അടപ്രഥമനാണ്. എല്ലാവർക്കും സദ്യയൊക്കെ കഴിഞ്ഞ് കഴിക്കാൻ കൊതിയോടുകൂടി കാത്തിരിക്കുന്ന ഒരു പായസമല്ലേ അടപ്രഥമൻ. അപ്പോൾ ഇവിടെ നമ്മുടെ അട ഹോം മെയ്ഡാണ്. അരിപ്പൊടി വെച്ചിട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. സാധാരണമായി നമ്മൾ ഉണക്കളരി അല്ലെങ്കിൽ പച്ചരി ഒക്കെ കുതിർത്തിയതിന് ശേഷം അത് പൊടിച്ച് അത് വെച്ചിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. ഇവിടെ എളുപ്പത്തിന് നമ്മൾ നല്ല ക്വാളിറ്റി ഫൈനായിട്ടുള്ള അരിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് സിഫ്റ്റ് ചെയ്യണം. സിഫ്റ്റ് ചെയ്താലേ ലൈറ്റായിട്ട് കിട്ടുള്ളൂ. നല്ല ടെക്സ്ചർ ആവണമെങ്കിൽ നല്ല ഫൈനായിരിക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒരു ദോശമാവ് അല്ലെങ്കിൽ ഒരു പാൻ കേക്ക് ബാറ്ററിനേക്കാളും കുറച്ച് കനം കുറഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള വാഴയില വേണം. ഇത് നന്നായി കഴുകി തുടച്ചതിന് ശേഷം നമുക്ക് ഒരു 5-6 ഇഞ്ചുള്ള ഇതുപോലത്തെ ഷീറ്റാക്കി വെട്ടിയെടുക്കണം. ഇനി ആ നേരിയ നനവ് ബാക്കി നിൽക്കലേ നമുക്ക് നേരെ തീമിൽ വെച്ചിട്ട് ഇതൊന്ന് വാടി വരുന്നത് വരെയും ഒന്ന് ചൂടാക്കിയെടുക്കണം. ഇത് നമ്മുടെ വാഴയില പെട്ടെന്ന് കീറി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അട ഉണ്ടാക്കുമ്പോൾ. ഇനി നമുക്ക് ആ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് മുമ്പ് കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കണം. നന്നായിട്ട് എല്ലായിടത്തും ആവണ രീതിയിൽ പുരട്ടി കൊടുക്കണം. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഈ വാഴയിലയിൽ കുറച്ച് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഈ അടയ്ക്കുള്ള ഈ മാവ് ഒരുപാട് ആവണ്ട, അല്ലെങ്കിൽ അത് പുറത്തേക്ക് പോവും. ഇനി ഒരു സൈഡിൽ നിന്ന് നന്നായി ടൈറ്റായിട്ട് ഇതുപോലെ റോൾ ചെയ്ത് എടുക്കണം ആ അറ്റം വരെ. അപ്പോൾ മാവ് സ്പ്രെഡായി നല്ലൊരു ലെയറായിട്ട് വരും. അങ്ങനെ നമുക്ക് ഈ മാവ് മുഴുവൻ തീരുന്ന വരെയും ഇതുപോലെ ചെയ്ത് കൊടുക്കാം. കൂടുതൽ ബാറ്റർ ഒഴിക്കാണ്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇതുപോലെ ഒക്കെ പുറത്തേക്ക് പോകും. ഇനി നമുക്കൊരു സ്റ്റീമർ എടുക്കണം. ഇടിയപ്പച്ചെമ്പ് ഉണ്ടെങ്കിൽ അത് മതി. വെള്ളം നന്നായി തിളച്ചതിന് ശേഷം നമുക്കിതുപോലെ റോൾ ചെയ്ത് കെട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ അടക്കുള്ള മാവ് ചുറ്റി വെച്ചിരിക്കുന്നത് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. മൂടി വെച്ചിട്ട് ഒരു 8 മുതൽ 10 മിനിറ്റ് വരെ സ്റ്റീം ചെയ്തെടുക്കണം. വാഴയിലയുടെ നാര് വെച്ചിട്ട് തന്നെയാണ് ഞാൻ കെട്ടി വെച്ചിരിക്കുന്നത്. സ്റ്റീം ആയതിനു ശേഷം നമുക്കിത് റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളത്തിലേക്ക് ഇടാൻ വേഗം തന്നെ. എന്നിട്ട് നമ്മുടെ വാഴയിലമെന്ന് ഇത് വിടിച്ചെടുക്കാം നമ്മുടെ അട. വിട്ട് കിട്ടിയ അട വേഗം തന്നെ വെള്ളത്തിൽ നിന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ എല്ലാം ആയതിനു ശേഷം നമുക്ക് കഴിയുന്നതും ഈ അട ഒന്ന് വെയിൽ കൊള്ളിക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ പേപ്പറിൽ വിരിച്ചിട്ട് ആ വെള്ളമൊക്കെ നന്നായി പോകുന്ന വരെ ഒന്ന് കാത്തിരിക്കണം. ഇനി നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കാം. അതിനുവേണ്ടി 3/4 കപ്പ് നല്ല ശർക്കരയും 1.5 കപ്പ് വെള്ളവും ചേർത്ത് ഇത് നന്നായി തിളച്ച് പതുക്കനെ കുക്ക് ചെയ്ത് അത് ഇങ്ങനെ കട്ടിയായിക്കൊണ്ടിരിക്കണ വരെ, നന്നായി ഒരു തിക്കായിട്ടുള്ള ശർക്കര പാനി കിട്ടുന്ന വരെ നമുക്ക് ചെയ്തെടുക്കണം. ഇവിടെ കിട്ടുന്ന ശർക്കരക്ക് കളറ് കുറവാണ്, ടേസ്റ്റും നാട്ടിലത്തെ അത്രയും കിട്ടണില്ല. എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായില്ല. കഴിയുന്നതും ആ നല്ല ഡാർക്ക് കളറുള്ള ശർക്കര കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. എന്തെങ്കിലും തരിയൊക്കെ ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ടാണ്.
ഇനി ആദ്യം ഒരു സോസ് പാനിലേക്ക് നമ്മുടെ ശർക്കര പാനി ചേർത്ത് അതിലേക്ക് ഒന്ന് ചെറുതായിട്ട് ഉണങ്ങി കിട്ടിയ അടയും കൂടി ചേർത്ത് ഇതൊന്ന് കുറുകി വരുന്ന വരെ നമുക്ക് വേവിക്കണം. ഇതുപോലെ നന്നായി കുറുകിയതിന് ശേഷം നമുക്ക് ഇത് ഒരു ഉരുളിക്കകത്തേക്ക് മാറ്റാം. ഇതിലേക്ക് ഞാൻ 2 കപ്പ് കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ എന്ന് വെച്ചാൽ നമ്മുടെ തേങ്ങ അരച്ച പാലിലത്തെ 2ാം പാൽ 2 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി വേവിച്ച് അട നന്നായി വേവുന്ന വരെ നമുക്ക് കുക്ക് ചെയ്യണം. അതിനുശേഷം 1/2 കപ്പ് നല്ല കട്ടിയുള്ള പാൽ എന്ന് വെച്ചാൽ നമ്മുടെ 1ാം പാൽ 1/2 കപ്പ് ചേർത്ത് അതിൻ്റെ ഒപ്പം നമുക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി, 1/2 ടീസ്പൂൺ വറുത്ത നല്ല ജീരകപ്പൊടി എന്ന് വെച്ചാൽ നമ്മുടെ ചെറിയ ജീരകം പൊടിച്ചത്, പിന്നെ 1/4 ടീസ്പൂൺ ചുക്കിൻ്റെ പൊടി. ഇപ്പോൾ തേങ്ങാപ്പാലിൻ്റെ അളവ് അല്ലെങ്കിൽ നമ്മുടെ ഈ പൊടികളുടെ ഒക്കെ അളവ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കുറച്ച് വ്യത്യാസങ്ങൾ വരുത്താട്ടോ. ഇനി നമുക്ക് കുറച്ച് നെയ്യ് ചൂടാക്കാം. അതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ചേർത്ത് നമുക്കൊന്നും ഗോൾഡൻ കളർ ആക്കിയതിന് ശേഷം നമ്മുടെ അടപ്രഥമനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നും കൂടി ഒരു സ്പെഷ്യൽ ടച്ചിന് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യിലിട്ട് വറുത്തതിന് ശേഷം അത് ആഡ് ചെയ്യാം. ചിലപ്പോഴൊക്കെ കുറച്ച് പഴം സ്ലൈസ് ചെയ്തത് അല്ലെങ്കിൽ പൈനാപ്പിൾ അതും ഈ നെയ്യിലിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ആഡ് ചെയ്താൽ അതും ഒരു നല്ല ടേസ്റ്റാണ്. ചിലർക്ക് നന്നായി ഇഷ്ടപ്പെടും. ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല. അങ്ങനെ നമ്മുടെ അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നമ്മൾ ഓർക്കുന്ന അത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല അടപ്രഥമൻ ഉണ്ടാക്കാൻ. പിന്നെ അടപ്രഥമൻ ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം ഇടയ്ക്ക് കുറച്ച് കുറുകി കട്ടി കൂടാറുണ്ട്. അതിനുവേണ്ടി നമുക്ക് എളുപ്പത്തിൽ ലൂസാക്കണമെങ്കിൽ സാധാരണ നമ്മുടെ പശുവിൻ പാൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി, ഒന്ന് ചൂടാക്കിയാൽ മതി. തേങ്ങാപ്പാൽ ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം തേങ്ങാപ്പാലിൻ്റെ മണം ചിലപ്പോൾ കൂടിപ്പോകും. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗൈൻ ഹാപ്പി വിഷു. അടുത്ത പ്രാവശ്യം ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.